എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് വീട്ടിൽ പനീർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനുവേണ്ടി 2.5 ലിറ്റർ പാല് ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. പാലിവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം വളരെ പതുക്കെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. 2ാമത്തെ ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ച ശേഷം വീണ്ടും ഇതുപോലെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. പാലിവിടെ ചെറുതായിട്ട് പിരിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസാണ് ചേർത്തിട്ടുള്ളത്. പാല് നന്നായിട്ട് പിരിഞ്ഞിട്ടുണ്ട്. വെള്ളം നല്ല ക്ലിയറായി വന്നിട്ടുണ്ട്. ലെമൺ ജ്യൂസിൻ്റെ അളവ് കൃത്യമായി പറയാൻ പറ്റില്ല. നമ്മൾ ഉപയോഗിക്കുന്ന പാലിനനുസരിച്ച് അല്പം കൂടുതലോ കുറവോ ലെമൺ ജ്യൂസ് വേണ്ടി വന്നേക്കാം. ഇതൊരു 2-3 മിനിറ്റ് ഇങ്ങനെ വെക്കുക. അതിനുശേഷം നമുക്ക് അരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിന് മുകളിലായിട്ട് ഒരു സ്ട്രെയിനർ വയ്ക്കുക. സ്ട്രെയിനറിന് മുകളിലായിട്ട് ഒരു നേർത്ത തുണി വെച്ച് കൊടുക്കാം. പനീർ തയ്യാറാക്കാനായി ഫുൾ ക്രീം മിൽക്ക് തന്നെ ഉപയോഗിക്കണം. എങ്കിൽ മാത്രമേ നല്ല പനീർ കിട്ടുകയുള്ളൂ. വെള്ളം നന്നായിട്ട് പിഴിഞ്ഞു കളഞ്ഞിട്ടുണ്ട്. ലെമൺ ജ്യൂസിൻ്റെ ഫ്ലേവർ ഒന്ന് മാറാനായിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച ശേഷം ഒരിക്കൽ കൂടി ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഈ തുണി കൊണ്ട് പനീർ ഒന്ന് കവർ ചെയ്യാം. ഒരേ തിക്നെസ്സിൽ പനീർ കിട്ടാൻ വേണ്ടി ഇതിന് മുകളിലായിട്ട് ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ പനീറിൻ്റെ അരികൊക്കെ നല്ല സ്മൂത്തായിട്ട് കിട്ടാനായിട്ട് സൈഡിലും ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായി ഒരു വെയിറ്റ് എടുത്ത് വെക്കണം. അതിനുവേണ്ടി ഒരു 2 ലിറ്ററിൻ്റെ കുക്കറിൽ നിറച്ചും വെള്ളം എടുത്തിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. വളരെ സോഫ്റ്റായിട്ടുള്ള പനീർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് വീട്ടിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇത് ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിനു മുമ്പ് പനീർ ബട്ടർ മസാലയുടെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ ഒന്ന് കാണുക. ഇതുപോലെ ഏതെങ്കിലും റെസിപ്പി നിങ്ങൾ ഉടനെ തയ്യാറാക്കുന്നെങ്കിൽ ഈ പനീർ ക്യൂബ്സ് ഒരു 10-15 മിനിറ്റ് ഫ്രീസറിൽ വെച്ച ശേഷം എടുത്തുപയോഗിക്കാവുന്നതാണ്. ഡെലീഷ്യസ് റെസിപ്പീസ് എന്നുള്ള ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക് യു.